മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ബേസിൽ ജോസഫ് നായകനായിട്ടെത്തിയ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ ഇട്ടു. സദാപന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ആഗസ്റ്റ് 5 ഇന്ന് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബേസിൽ ജോസഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അണിയിച്ചിരിക്കും ഇന്ന് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ കേരളത്തിലെ തിയേറ്ററിൽ നാട്ടി കഴിയുമ്പോൾ മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്ന കുടുകൂടെ ചിരിച്ചു തന്നെ തിയേറ്ററിൽ നിന്ന് മതിമറന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു മികച്ച ഫാമിലി എന്റർടൈനർ തന്നെയാണ് നുണക്കുഴി എന്ന് തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഒരു വെക്കേഷൻ ടൈമിൽ, അതായത് ഈ ഒരു വീക്കെൻഡ് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ മികച്ച ഒരു കോമഡി ഫാമിലി എന്റർടൈനർ തന്നെയാണ് നുണക്കുഴി എന്നാണ് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ ചിത്രത്തിനായിട്ട് പങ്കുവെക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൽ കയ്യടി അർഹിക്കുന്ന ബേസിൽ തന്നെയാണ്. ബേസിലിനൊപ്പം തന്നെ ഗ്രേസ് ആന്റണി ചിത്രത്തിൽ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോമഡി കഥാപാത്രമായിട്ട് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതോടൊപ്പം വന്ന് നാസിക ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനോജ് കെ ജയൻ ആയിക്കോട്ടെ, ബൈജു, സൈജു കുറുപ്പ്, അജു വർഗീസ്, ബിനു പപ്പു, ആനിസീസ് നിർമ്മക്കാരൻ തുടങ്ങിയവരെല്ലാം തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ചിത്രത്തിന് തിയേറ്ററിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ അവകാശപ്പെടുന്നത്. എന്തൊക്കെയാണ് നേരെ എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കുക ജിത്തു ജോസഫ് എന്ന് ഇത്തരത്തിലുള്ള ഒരു കോമഡി എന്റർടൈനർ പ്രേക്ഷകർ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തതിൽ ഒരു അഭിപ്രായം പുറത്തു വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയ കോമഡികൾ ഉൾപ്പെടുത്തിയ മികച്ചൊരു ഫാമിലി എന്റർടൈനർ എന്നുള്ളൊരു ലേബൽ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് കേരളത്തിനായിട്ട് ഏകദേശം 9 മണിയോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. വളരെ മികച്ചൊരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ചിത്രം ആദ്യ ഷോ കാണാൻ വേണ്ടി വലിയ രീതിയിൽ നവദിവസം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ചിത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ആശംസിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര പേരാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ കാത്തിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ തിയേറ്ററായിട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.